ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ UDF സ്ഥാനാർത്ഥിയായ KM ഷാജിയെ വിമർശിച്ച് വേങ്ങരയിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. ഷാജി കോൺഗ്രസിനെ എപ്പോഴും വിമർശിക്കുന്ന ആൾ, ഇത്തവണ വോട്ട് ചെയ്യുന്നത് VD സതീശിന് വേണ്ടിയെന്നും ഒരു വിഭാഗം പ്രവർത്തകർ. യോഗത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം അത് കാണാം. നമ്മളിന്നിവിടെ യോഗം ചേരുന്നുണ്ട്, അവർക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞതാണ് ശരിയാണ്, ഞങ്ങളിവിടെ യോഗം ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ആ കാരണന്മാർ വിചാരം മാത്രമാണ് യോഗം. അപ്പോൾ ഒരു 10-50 ആളെ ഉണ്ടാവുള്ളൂ. അവർ ഷാജിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നിരവധി വോട്ട് ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരെ വോട്ട് ചെയ്തു. അവർ താല്പര്യമുണ്ടെങ്കിൽ മുമ്പ് വന്നോട്ടെ, നമ്മൾ ചെയ്തു. സന്തോഷത്തോടു കൂടി നമ്മളെ സ്വാഗതിക്കും. പക്ഷേ ഷാജിന്റെ കൂടെ വേഗത കോൺഗ്രസ് എടുത്തിട്ടോ, മറ്റേ കോൺഗ്രസ് ലീഗുകാർ വന്നോട്ടെ. ഷാജി വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി നമ്മളെ സ്വീകരിക്കും. ഷാജിക്ക് നമ്മൾ വോട്ട് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലെ വികാരങ്ങളങ്ങണ്ട് തള്ളുകയാണ്. മനസ്സിലെ വികാരങ്ങളങ്ങൾ തള്ളുമ്പോൾ ഒരു പക്ഷേ ആ തട്ടിച്ച് കൂടുതലായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ റബരല്ല, നമ്മുടെ സഭാവിൽ വോട്ട് ചെയ്യുന്നവരല്ല. നമ്മൾ ഷാജി നല്ലവനല്ലെങ്കിലും വർഗീയവാദിയാണെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും തെളിവ് പറഞ്ഞവനാണെങ്കിലും ആ ഷാജിക്ക് നമ്മൾ വിളിക്കേണ്ട. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുബഷീർ, ഷാജി വന്നതിലുള്ള എതിർപ്പ് അതൊരു ഗ്രൂപ്പ് യോഗത്തിലൂടെ പ്രകടമാകുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത് ഷാജിക്കുള്ള വോട്ടല്ല, UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നില്ല. അത് ഷാജിക്കുള്ള വോട്ടല്ല, പക്ഷേ അത് VD സതീശനുള്ള വോട്ടാണ് എന്നാണ് സംസാരിക്കുന്ന നേതാവ് വിശദീകരിക്കുന്നത്. മുബഷീർ, വേങ്ങര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച KM ഷാജി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KM ഷാജി അങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥിയാക്കിയതിൽ അവിടെ കോൺഗ്രസിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. വിശേഷം KM ഷാജി നേരത്തെ VD സതീശിനെതിരെ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കോൺഗ്രസുകാർ അവിടെ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പ് യോഗത്തെ കണക്കാക്കാൻ. എന്തായാലും ഷാജിയുടെ പ്രചാരണ പരിപാടികൾ വളരെ സജീവമായി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം, VD സതീശിനെ പിന്തുണക്കുന്ന ഗ്രൂപ്പായിട്ടുള്ള ഒരു വിഭാഗം അവിടെ ഒരു യോഗം ചേർന്നിരിക്കുന്നു. ആ യോഗത്തിൽ വെച്ചാണ് KM ഷാജിക്കെതിരെ പരോക്ഷമായിട്ടുള്ള പലവിധ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഷാജി നല്ലവനല്ലെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നുള്ളത് ഈ ഗ്രൂപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്ന വ്യക്തികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വോട്ട് ഷാജിക്ക് വേണ്ടിയല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിനുള്ള പിന്തുണയാണ് എന്നുള്ളതാണ് അവർ പ്രസംഗിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഷാജി നേരത്തെ VD സതീശൻ സ്വീകരിച്ച പല നിലപാടുകളെ വിമർശിച്ചതിന്റെ പേരിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഷാജിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അതിർത്തി പരസ്യമാക്കിയിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു ഗ്രൂപ്പ് യോഗത്തെ കണക്കാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു യോഗത്തിൽ വെച്ച് അവർ ഒരു കാരണവശാലും LDF സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്യില്ല, ഷാജിയോട് അതിർത്തി ഉണ്ടെങ്കിലും ഷാജിക്ക് വേണ്ടി ചെയ്യുന്ന വോട്ടുകൾ അത് കോൺഗ്രസിന് വേണ്ടി, VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് വേണ്ടി ആകുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഗ്രൂപ്പ് യോഗത്തിൽ വെച്ചുണ്ടായിരിക്കുന്നത്. ഒരു വിഭാഗം കോൺഗ്രസുകാർ ഷാജിയുടെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ സജീവമായി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ലീഗിന് കടുത്ത അതൃപ്തി ഉണ്ടാകുമല്ലോ. നടപടിയെടുക്കുന്ന നിലയിലേക്കൊക്കെ കോൺഗ്രസ് പോകാനുള്ള സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഘട്ടത്തിൽ? മുബഷീർ, തീർച്ചയായും സാധ്യതയുണ്ട്. രജിത്, വിശേഷം മുസ്ലിം ലീഗിന്റെ UDFന്റെ ഒരു പൊന്നാപുരം കോട്ടയെന്ന് അവർ അവകാശപ്പെടുന്ന മണ്ഡലമാണ് വേങ്ങര. അവിടെ മുസ്ലിം ലീഗൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്നും മാറി മലപ്പുറത്തേക്ക് മാറി. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പിന്തുടർച്ചക്കാരെന്ന നിലയിൽ ഷാജി അവിടെ മത്സരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ലീഗ് പ്രാദേശിക നേതൃത്വം തന്നെ ഒരു പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസിലെ ഈ നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടേക്കും. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. വിശേഷം അവിടെ LDF സ്ഥാനാർത്ഥി ഉയർത്തുന്ന പലതരത്തിലുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ആഭ്യന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളും UDFനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്നത്.
ശരി, മുബഷീർ പി അക്ബർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വേങ്ങരയിലെ വോട്ട് അത് ഷാജിക്കല്ല, അത് വി ഡി സതീശനാണ് എന്നാണ് ഗ്രൂപ്പ് യോഗത്തിൽ നേതാക്കൾ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലീഗിന് അതൃപ്തി ഉണ്ടാകും, നടപടി വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് അതിന് തയ്യാറാകുമോ അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യം കാത്തിരുന്നു.